നമസ്കാരം. സ്മാർട്ട് കോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ പൈകയിൽ നിന്നും ഭരണങ്ങാനം പോകുന്ന റൂട്ടിൽ ഇടമറ്റം എന്നൊരു സ്ഥലമുണ്ട്. ഹൈവേയിൽ നിന്നും ഒരു ഹൈവേയിൽ നിന്നും ഒരു 150 മീറ്റർ താഴെ മാത്രം ദൂരത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുള്ള വലിയൊരു വീടാണ്. ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ പ്രൈസാണ്. 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റ് പ്ലസ് കാർ പോർച്ച് വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില വെറും 65 ലക്ഷം മാത്രമാണ്. വിലയിൽ ന്യായമായ കുറവ് വരും. 7 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണെങ്കിലും പഴമയുടെ യാതൊരു കേടുപാടുകളില്ല. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സോളിഡായിട്ട് ചെയ്തിരിക്കുന്ന താമസിക്കാനായിട്ട് വെച്ചൊരു വീടാണ്. ഇപ്പോൾ ഇവിടെ താമസം മാറുന്നത് മാത്രമാണ് ഈ ഒരു വീട് കൊടുക്കുന്ന മറ്റു മേലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. വിശാലമായ ഒരു മുറ്റ സ്പേസ് ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇത്ര വലിപ്പമുള്ള വീടാണെങ്കിലും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പ്ലേസിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ട് തന്നെ നല്ല മുറ്റം കിട്ടുന്നുണ്ട്. വിശാലമായൊരു കാർ പോർച്ച്, 2 വഴികളാണ് ഈ ഒരു കാർ പോർച്ചിലേക്ക് വരുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വരുന്ന വഴിയിൽ നമുക്ക് നേരെ കാർ പോർച്ച് കയറിയിട്ട് നമുക്കിതിലെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനുള്ള സൗകര്യത്തോട് കൂടി ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു സൗകര്യം. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നോക്കിയാലറിയാം, നല്ല എൽ ഷേപ്പിൽ വളരെയധികം സ്പേസ് കൊടുത്തുകൊണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിരിക്കുകയാണ്. തൂണുകളൊക്കെ നോക്കിയറിയാം, നല്ല റൗണ്ട് ആയിട്ടുള്ള നല്ല തൂണുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെ സോളിഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്, മെയിൻ ഡോറൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇങ്ങോട്ട് വളരെ വിശാലമായിട്ടൊരു സ്പേസ് ഇവിടെയും കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷിയോ കാര്യങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന വളരെ നല്ല ഒരു ഏരിയ ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട്. അടുക്കളയുടെ പിൻഭാഗത്തിലാണ്, അതുകൊണ്ട് തന്നെ അടുക്കള വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് തന്നെ ഷെഡ് അല്ലെങ്കിൽ വർക്ക് ഏരിയ ഒക്കെ ചെയ്യുന്നുള്ള വളരെ വിശാലമായിട്ട് സൗകര്യം കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഈ ഒരു വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പെടുന്ന സോളിഡായിട്ടുള്ള വീട്. ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലൊരു വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് വെച്ചൊരു വീടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തടികളൊക്കെ തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തടിപ്പണികളെല്ലാം തന്നെ തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു മെയിൻ ഡോർ കാര്യങ്ങളൊക്കെ ആണ്. നമുക്ക് ഉൾഭാഗത്തേക്ക് പോകാം. സിറ്റ് ഔട്ട് ഫ്ലോറിംഗ് വരുന്നത് കണ്ടല്ലോ, വീടിനകം അതിവിശാലമാണ്. വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ വരുന്നൊരു ഭാഗം. ഈ ഒരു ഭാഗം നല്ല രീതിയിൽ വുഡ് കൊണ്ടൊരു ആർച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് തേക്കതടിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ വർക്കാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ അറിയാം, നമ്മുടെ സ്റ്റെയറിൻ്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെയാണ് കിച്ചൻ്റെ ഒരു സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയയും കാണാൻ പറ്റും. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ തേക്കുന്നടിയിൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂംസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് അടുക്കളയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ വീടിൻ്റെ അടുക്കള താരതമ്യേന മറ്റ് വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു അടുക്കളയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്പേസ് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു വലുപ്പത്തിൽ മാത്രമൊരു അടുക്കളയാണ് ഈ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഒരു സൗകര്യം കൂടെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് വീടിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 12 സൈസിൽ വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതുപോലെ തേക്കത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം കബോർഡ് വർക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് എല്ലാം തന്നെ ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിൽ തനിച്ചിരിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ്. 12 സൈസിലാണ് വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം കബോർഡ് വർക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ്. 3 പാളിയുള്ള 2 ജനലുകൾ ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ വീട്ടിൽ കണ്ട ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിലെ ഈ ഒരു ഹാൾ എന്ന് പറയുന്നത് അതിവിശാലമായിട്ടൊരു ഹോൾ സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എന്നാൽ 2 ബെഡ്റൂമുകൾ കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ ടെറസ് ഏരിയ, അതുപോലെ തന്നെ വിശാലമായൊരു ബാൽക്കണിയും ഒക്കെ ഉൾപ്പെടുന്ന മുകളിലത്തെ നിലയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് ഒട്ടും കൺജഷൻ അല്ലാത്ത രീതിയിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഹോളാണ്. വേണമെങ്കിൽ നമുക്കൊരു തിയേറ്റർ വരെ ഈ ഒരു അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട അതേ സൗകര്യത്തോടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമും നമുക്കൊന്ന് നോക്കാം. ഈ നിലയിലെ 4ാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു 14-11 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. ധാരാളം വെളിച്ചം കിട്ടുന്ന നല്ല പ്രകാശമുള്ളൊരു ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് വലിപ്പമുള്ള നല്ല സ്പേസുള്ള ബാത്റൂമാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു ബാത്റൂം. ഇതാണ് ബാൽക്കണി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല വൈഡായിട്ട് വരുന്ന ഒരു ബാൽക്കണി ഏരിയയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ചെറിയ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് കയറി നമ്മളെത്തുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ഓപ്പൺ പ്ലേസ് വരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കാർ പോർച്ചിന് മുകൾ ഭാഗമാണ് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് GI സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ വീടിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള സൗകര്യത്തോടുകൂടി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയും മുമ്പ് കണ്ട ഏരിയയും കൂടാതെ ഇവിടെ ഒരു കവറായിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. ഇത് ഒരു റൂമായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബാൽക്കണിയുടെ ഭാഗമാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫ് വാർക്ക തന്നെയാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. വീഡിയോയിൽ ഈ ഒരു വീട് പൂർണ്ണമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൈകയിൽ നിന്നും ഭരണങ്ങാനം പോകുന്ന റൂട്ടിൽ ഇടമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ഏരിയയെക്കുറിച്ച് അറിയാം, വളരെ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ സേഫ് ആയിട്ടൊരു പ്രദേശമാണ്. വെള്ളപ്പൊക്കത്തിൻ്റെതായ യാതൊരു ഭീഷണികളില്ല, അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു ഏരിയയാണ്. ഈ ഒരു വീടിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് വളരെ കുറവാണ്. 65 ലക്ഷം മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത്. വിലയിൽ ന്യായമായ കുറവൊക്കെ, ഒരു ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു വീടാണ്. ഇപ്പോൾ 7 വർഷം പഴക്കമായെങ്കിലും പുതിയ വീടുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു വീടാണ്. യാതൊരുവിധ കേടുപാടുകളും അതുപോലെ തന്നെ മുഴുവനായി തേക്കുന്നിടയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. നിങ്ങൾക്ക് വീട് വന്ന് നേരിൽ കാണണം, വാങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ദേ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നല്ലൊരു അടിയിലാണ്. ഇപ്പോഴും ഓർക്കുക, 2650 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് 100% ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. മിസ്സാക്കരുത്, ഇപ്പോൾ തന്നെ വിളിച്ചോളൂ.